പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു കഥ കേൾക്കൂ. നക്ഷത്രങ്ങളെ ചോദ്യം ചെയ്ത കുട്ടി. നഗരത്തിന്റെ അരികിലെ ഒരു ചെറു ഗ്രാമത്തിൽ ലൂക്ക എന്നൊരു ബാലനുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പലതും ചിന്തിച്ചിരിക്കും. ലൂക്ക രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. നക്ഷത്രങ്ങൾ എങ്ങനെ ഇത്ര തെളിഞ്ഞിരിക്കുന്നു? ചന്ദ്രൻ നമ്മെ പിന്തുടരുന്ന പോലെ തോന്നുന്നത് എന്താ? ഗ്രാമത്തിലെ മുതിർന്നവർ പറയും, അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷേ ലൂക്കയ്ക്ക് അത് മതിയായ മറുപടി ആയിരുന്നില്ല. ഒരു ദിവസം പഴയ പുസ്തകശാലയിൽ നിന്ന് അവൻ പൊടി പിടിച്ച ഒരു പുസ്തകം കണ്ടെത്തി. അതിലൊരു പേരുണ്ടായിരുന്നു, ഗലീലിയോ. തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കരുത് എന്നൊരു വരി ലൂക്കയുടെ മനസ്സിൽ തെളിഞ്ഞു. അന്നു മുതൽ ലൂക്ക തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ തീരുമാനിച്ചു. വീട്ടിലെ പഴയ കണ്ണാടി, ലെൻസ്, മരക്കഷ്ണങ്ങളെല്ലാം ചേർത്ത് അവൻ ഒരു ചെറിയ ടെലസ്കോപ്പ് ഉണ്ടാക്കി. അതുപയോഗിച്ച് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിച്ചു. പക്ഷേ ആകാശ ദൃശ്യങ്ങൾ കാണാൻ അത് പര്യാപ്തമായിരുന്നില്ല. അങ്ങനെ ഒന്ന് അവൻ പല സ്ഥലത്തും അന്വേഷിച്ചു. ഒടുവിൽ ഒരു ശാസ്ത്രജ്ഞൻ അവനെ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം അവനൊരു സൂക്ഷ്മദർശിനി നൽകി. ആദ്യമായി അതിലൂടെ നോക്കിയപ്പോൾ ലൂക്ക ഞെട്ടിപ്പോയി. ചന്ദ്രനിൽ കുഴികളും കുന്നുകളും നക്ഷത്രങ്ങളെല്ലാം ഒരുപോലെയല്ല. അപ്പോ നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്നതെല്ലാം പൂർണ്ണമായും ശരിയല്ല അല്ലേ? അവന്റെ ഉള്ളിൽ ഒരു ശാസ്ത്രജ്ഞൻ ഉണർന്നു. ഗ്രാമത്തിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും ഇഷ്ടമായില്ല. നീ പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഭൂമി തന്നെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. പക്ഷേ ലൂക്ക ഗലീലിയോയെ ഓർത്തു പറഞ്ഞു, ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നോക്കട്ടെ, തെളിവുകൾ തേടുന്നു. കാലം കടന്നു. ലൂക്ക ശാസ്ത്രജ്ഞനായി. അവന്റെ കണ്ടെത്തലുകൾ ലോകം അംഗീകരിച്ചു. അവ പലതും പുസ്തക രൂപത്തിലായി. അത് അധ്യാപകർ കുട്ടികളെ പഠിപ്പിച്ചു. അവൻ എപ്പോഴും പറയുമായിരുന്നു, ആകാശം നോക്കാൻ ഭയപ്പെടരുത്, ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നാം അറിയുന്നത് എത്ര ചെറുതാണെന്ന് മനസ്സിലാവുന്നത്. നക്ഷത്രങ്ങൾ ഇന്നും മിണ്ടാതെ തിളങ്ങുന്നു. പക്ഷേ അവയെ ചോദ്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ ശാസ്ത്രം മുന്നോട്ടു പോകും. ലൂക്കയെ പോലെയുള്ളവരുടെ ഇത്തരം തീരുമാനങ്ങളാണ് ശാസ്ത്രത്തെയും അതുവഴി ലോകത്തെയും വളർത്തുന്നത്.